നമുക്ക് മൊഡ്യൂൾ 5 ആദ്യത്തെ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഓളേഴ്സ് ഇക്വേഷൻ, അതുപോലെ റാങ്കൈൻസ് ഫോർമുല, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഓളേഴ്സ് ഡെറിവേഷനാണ് ചോദിക്കാറ്. അപ്പോൾ അതിൽ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നമുക്ക് 4 കേസസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്, ആ കേസ്. രണ്ടാമത്തെ കേസിൽ വൺ എൻഡ് ഫിക്സഡ്, അനദർ എൻഡ് ഫ്രീ. മൂന്നാമത്തെ കേസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ്. നാലാമത്തെ കേസിൽ വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഹിഞ്ച്ഡ്. ഈ 4 കേസിലെ ഓരോ കേസ് വെച്ചിട്ടായിരിക്കും പ്രോബ്ലം വരിക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് കേസാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇക്വേഷൻസ്, ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ ഓരോ കേസ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ടേബിളിലുള്ള ഇക്വേഷൻസ് നമ്മൾ ആദ്യം ബൈ ഹാർട്ട് പഠിക്കണം. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ്, ഒന്ന് ബക്ക്ലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ ഇക്വാലൻ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ ബക്ക്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. പിന്നെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ, അതുപോലെ ക്രിപ്ലിംഗ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, അത് തമ്മിലുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ആയിട്ടുള്ള ഇക്വേഷൻ. ഇത്ര ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. പിന്നെ വരുന്നതാണ് ഡെറിവേഷൻ, ഓളേഴ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അത് കറക്റ്റായിട്ട് പഠിക്കുക. അതിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ റാങ്കൈൻസ് ഫോമിലും ഒന്നല്ലെങ്കിൽ ഓളേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ റാങ്കൈൻസ് ഫോമിൽ വെച്ച് ചെയ്യാൻ പറയും. അപ്പോൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോളം ഹാസ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഓഫ് 40 mm സൈഡ്. ഇറ്റ് ക്യാരി ദ ലോഡ് ഓഫ് 8966600 Newton. വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ലിമിറ്റിംഗ് ലെങ്ത് ഇഫ് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്. അപ്പോൾ ഈ കേസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ. അതിൻ്റെ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കംപ്രസീവ് സ്ട്രെങ്തനിങ്, കംപ്രസീവ് സ്ട്രെസ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് അത് എടുത്ത് എഴുതുക. ആൽഫയുടെ വാല്യൂ, കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അതുപോലെ ലോഡ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം MM-ലാണെങ്കിൽ MM-ൽ തന്നെ ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കറിയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഓളേഴ്സ് ഇക്വേഷൻ ആണോ റാങ്കൈൻസ് ഫോർമുല ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. ആൽഫ വരുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ വാല്യൂവിലേക്ക് എത്തുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക ഇക്വാലൻ്റ് ലെങ്ത് ആയിരിക്കും കിട്ടുക. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഇക്വാലൻ്റ് ലെങ്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ കേസ് ബോത്ത് എൻഡ്സ് ആർ പിന്നീട് എന്ന് പറയുമ്പോൾ ടേബിളിൽ നോക്കാം. അല്ലെങ്കിൽ ടേബിളിൽ നമ്മൾ എന്തായാലും പഠിക്കണം. ആ ടേബിളിൽ ലെങ്ത്തും ഇക്വാലൻ്റ് ലെങ്ത്തും ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് എന്നുള്ള കേസിൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ക്രിപ്ലിംഗ് ലോഡ്. ഇവിടെ ക്രിപ്ലിംഗ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹോളോ സ്റ്റീൽ കോളം 50 mm ഇൻറ്റേർണൽ ഡയാമീറ്റർ, 5 mm തിക്നെസ്, ആൻഡ് കോളം 5 meter ലോങ് വിത്ത് വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഹിഞ്ച്ഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂസ് റാങ്കൈൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതുക. ഇവിടെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, സിഗ്മ സി ക്രിപ്ലിംഗ് സ്ട്രെസ് തന്നിട്ടുണ്ട്, ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയാമീറ്റർ നമുക്ക് ഇവിടെ ഹോളോ സ്റ്റീൽ കോളമാണ്. ഇൻറ്റേർണൽ ഡയാമീറ്റർ ഉണ്ടാവും, എക്സ്റ്റേണൽ ഉണ്ടാവും. ഇൻറ്റേർണലാണ് നമുക്ക് തന്നേക്കുന്നത്. എക്സ്റ്റേണൽ കിട്ടാൻ രണ്ട് സൈഡിലുള്ള തിക്നെസ് ആഡ് ചെയ്യണം. എന്നാലും നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 5/4 ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d². എന്നാലും നമുക്ക് വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഹിഞ്ച്ഡിൻ്റെ കേസിലുള്ള ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കേസിലുള്ള നമ്മുടെ ടേബിളിലുള്ള LEയുടെ റിലേഷൻ എടുത്ത് എഴുതാം. നമുക്ക് ലെങ്ത് ആവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. LEയുടെ വാല്യൂ ആണ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം മെയിൻ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ. അതിൽ പിന്നെ Iയുടെ വാല്യൂ ആവശ്യമുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഹോളോ സ്ട്രക്ചർ ആണെങ്കിൽ 5/64 × D⁴ ഡിവൈഡ് ബൈ സ്മോൾ d⁴. അത് എന്തിനു വേണ്ടിയിട്ടാണ്? K കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും റേഡിയസ് ഓഫ് ഗൈറേഷനും തമ്മിലുള്ള റിലേഷനാണ് I = AK². അതിൽ നിന്ന് Kയുടെ വാല്യൂ കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ Pയുടെ ഇക്വേഷനിൽ എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് കിട്ടും.
അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഹോളോ സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സിലിണ്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ π/4 d⁴ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ടൈപ്പ് 1 അല്ലെങ്കിൽ ആദ്യ പാർട്ട് AB എന്ന് പറയും, ഓർ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക ഇതുപോലെ ക്രിപ്ലിംഗ് ലോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക.